2015 കേരള സ്റ്റേറ്റ് കലോത്സവത്തിൽ ഗിറ്റാറിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു സക്സസിൻ്റെ മോട്ടിവേഷൻ കഥയാണ് പറയാൻ പോകുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലുമല്ല. ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ചെറിയൊരു ഫെയിലിയർ സ്റ്റോറിയാണ്. അപ്പം ഈ 2015 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ LAKSHYA അറിയാൻ +2 പഠിക്കുന്ന സമയമാണ്. അപ്പോൾ +2 പഠിക്കുന്നതിന് മുമ്പ് എല്ലാവരും പഠിക്കുന്ന പോലെ തന്നെ +1 ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ഗിറ്റാറൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ +1 നമ്മുടെ സ്കൂളിലൊരു ഗിറ്റാർ കോമ്പറ്റീഷൻ വെച്ചു. അപ്പോൾ അതിൽ ജയിച്ചു. ഡിസ്ട്രിക്ട് ലെവലിലെത്തി. അപ്പോൾ ഒന്നുകൂടി പ്രാക്ടീസൊക്കെ ചെയ്തു പോയി, അതിലും ജയിച്ചു. അപ്പോൾ നാച്ചുറലി ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലേ. ഫസ്റ്റ് ടൈം തന്നെ സ്കൂളിലും സ്റ്റേറ്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ ജയിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു 3rd പ്രൈസോ 2nd പ്രൈസോ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഔട്ട്കം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പോലെ തന്നെ. എന്നിട്ട് ഭയങ്കര സ്റ്റൈലിൽ അവിടെ പോയി +1 സ്റ്റേറ്റ് കലോത്സവത്തിന് പോയി. ഏകദേശം 30ഓളം ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു ഓരോരോ ഡിസ്ട്രിക്റ്റിൽ നിന്നായിട്ട്. അപ്പോൾ ആ 30 ഗിറ്റാറിസ്റ്റിനോട് ഞാൻ ഇന്ന് മത്സരിച്ചു. എത്ര കിട്ടിയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വരുന്നത് രസത്തിന്. എനിക്ക് കിട്ടിയത് 1st, 2nd, 3rd ഒരു 10ാമത്തെ പൊസിഷൻ പോലും അല്ല, 26ാമത്തെ പൊസിഷനായിരുന്നു. 30 ആൾക്കാരിൽ 26th പ്ലേസ് ആയിരുന്നു എൻ്റെ സ്കോർ വന്നപ്പോൾ അവസാനം. അപ്പോൾ ഓബ്വിയസ്ലി എന്താണ് ഞാൻ വിചാരിച്ചത്, നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടി അല്ലേ. നിങ്ങളൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ സാധാരണ ആൾക്കാരൊക്കെ വിചാരിക്കുന്ന പോലെ തന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല ഇങ്ങനെ ഗിറ്റാർ കോമ്പറ്റീഷനൊക്കെ ജയിക്കുക. നമുക്ക് വല്ല എന്താണ് നെഞ്ചുക്കൾ പെയ്തിടുന്നൊക്കെ പറഞ്ഞ് വായിച്ചിങ്ങനെ ഇരിക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. എങ്കിലും എനിക്ക് ഉള്ളിലൊരു ചെറിയൊരു വാശി ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇയർ ഒരു ടൈമും കൂടി എനിക്കൊരു ചാൻസ് ഉണ്ടാവും. ഒന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നാലോ എന്നുള്ള ചെറിയൊരു ഹോപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വർഷം ഏതാണ്ട് സമയമുണ്ട്. ആ ഒരു വർഷം ഞാൻ തീരുമാനിച്ചു ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ നമ്മൾ പലരും നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നില്ലാണ്ട് നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മളിങ്ങനെ വിചാരിക്കും ഒന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും, ഇന്ന് മുതൽ അങ്ങനെ ചെയ്യും, 2 മണിക്കൂർ പഠിക്കുന്നത് വിചാരിക്കും. അതുപോലെ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എന്താണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ എല്ലാ ദിവസവും 1 മണിക്കൂർ ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ വിചാരിച്ചൊക്കെ തുടങ്ങിയെങ്കിലും അതൊന്നും പിന്നെ നടന്നിട്ടൊന്നുമില്ല. ഓക്കെ, പക്ഷേ എങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്ത് കുറച്ച് ആയപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് നമ്മൾ വിചാരിക്കും ടാലൻറ്റ് വേണം അല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടാലൻറ്റ് ബീറ്റ്സ് ഹാർഡ് വർക്ക് അല്ലെ, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് എന്ന് രണ്ടും പറയാറുണ്ട് ആൾക്കാർ അല്ലേ. രണ്ടും പറയാറുണ്ട്. ഏതാ നിങ്ങൾ വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ടാലൻറ്റും ഹാർഡ് വർക്കും എക്സാക്ട്ലി വേറെ ബക്കറ്റിൽ കിടക്കുന്ന ആൾക്കാരല്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ടാലൻറ്റ് കൂടും എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി മനസ്സിലായി, പ്രാക്ടിക്കലി മനസ്സിലായി. കാരണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഗിറ്റാറിൻ്റെ പ്ലേയിങ് സ്കില്ല് കൂടി, എനിക്ക് കുറച്ചും കൂടി ടഫായിട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ വായിക്കാൻ പറ്റി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ടാലൻറ്റും കൂടി. അപ്പോൾ ടാലൻറ്റിനെ ഹാർഡ് വർക്കിന് വേറെ പെട്ടിയിലിടണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഹാർഡ് വർക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ടാലൻറ്റ് കൂടും. ടാലൻറ്റ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടും. കാരണം നമ്മൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്, നമുക്ക് തന്നെ ഒരു ബോധ്യം വന്നാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോളും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓരോ ദിവസം മെല്ലെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് എത്തി. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും എന്താണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഈ ഹാർഡ് വർക്ക് ചെയ്താൽ ഈ പരിപാടി നടക്കും, ടാലൻറ്റ് കൂടും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് ആ ഒരു വാശിയിൽ ആ ഒരു ഇൻസൈറ്റിൽ നമ്മൾ ആ പ്രാക്ടീസ് തുടർന്നു. അങ്ങനെ 2015 സ്റ്റേറ്റ് കലോത്സവം വന്നു, കേരള സ്റ്റേറ്റ് കലോത്സവം വന്നു. ഞാൻ വീണ്ടും പോയി. കുറേ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. അവിടെ പോയി മാക്സിമം പ്ലേ ചെയ്തു. എനിക്ക് തോന്നി ഓക്കെ ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ്, കേരള സ്റ്റേറ്റ് കലോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആ വർഷം നിങ്ങളുടെ LAKSHYA കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കഥ. ഈ കഥ കൊണ്ട് എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്താണ്, ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുക എന്ന് മാത്രമല്ലായിരുന്നു, എൻ്റെ ലൈഫ് തന്നെ ഏറെക്കുറെ മാറിപ്പോയി. കാരണം അതായത് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം ആദ്യമായിട്ട് ലൈഫിൽ ഒരു പൂർണ്ണ രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്ത അന്നാണ്. അതിനുശേഷം എനിക്ക് മനസ്സിലായി എന്തും നമുക്ക് റീസണബിളി എന്തും നമുക്ക് എന്താണ് നേടിയെടുക്കാം, നമ്മൾ വേണ്ടത്ര അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ. ഓൾസോ രണ്ടാമത്തെ കാര്യം, ടാലൻ്റ് എന്ന് പറഞ്ഞ സാധനം ഫിക്സ്ഡ് അല്ല, അതും ഹാർഡ് വർക്കിലൂടെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള കാര്യം കൂടെ മനസ്സിലായി. ഓക്കെ, എന്നിട്ട് അതെങ്ങനെ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ഞാൻ അതിനുശേഷം കോളേജിൽ +2 കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റി ആ ഗിറ്റാർ വെച്ച് തന്നെ. 2 TEDx ഈവൻസിൽ സ്പീച്ച് കൊടുക്കാൻ പറ്റി.
ഇപ്പോൾ TEDx എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും അവരെ ഇങ്ങനെ കുറേ ആൾക്കാർ അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ 2 എണ്ണത്തിൽ എനിക്ക് പങ്കെടുക്കാനും അതിൽ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് എൻ്റെ ബാൻഡിനോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല എൻ്റെ കോളേജിൽ ബാൻഡിൽ ഞാൻ കയറി പറ്റി. അതിൽ കയറി പറ്റാനുള്ള ആകെ ഏറ്റവും എന്നെ സഹായിച്ചത് ആ ഒരു വർഷം ആ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയതുകൊണ്ടൊന്നല്ല കേട്ടോ. അല്ലാണ്ട് മുംബൈയിലെ കോളേജിൽ പോയിട്ട് ഞാൻ കേരളത്തിലെ സ്റ്റേറ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവരെല്ലാവരും തന്നെ അവരവരുടെ രീതിയിലുള്ള വലിയ വലിയ സംഭവങ്ങളായിരിക്കും. പക്ഷെ ആ ഒരു ഹാർഡ് വർക്ക് അതായിരുന്നു എനിക്ക് എൻ്റെ കോളേജിൽ ബാൻഡിൽ കയറാനും അതിനുശേഷം കോളേജിൽ മുംബൈ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിൽ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് അവാർഡൊക്കെ നേടാനും എന്നെ ഹെൽപ്പ് ചെയ്തു. ഓൾസോ എൻ്റെ ബാൻഡിൻ്റെ കൂടെ ഇത് മക്കാവുമാണ്, ഹോങ്കോങ്ങിൽ പെർഫോമൻസ്, ഗൂഗിൾ കോൺഫറൻസിൽ പെർഫോമൻസും അതുപോലെ സിംഗപ്പൂരിലെ പല പല പെർഫോമൻസിലും അവിടേക്കൊക്കെ എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഈ ഒരു വർഷത്തെ ആ +2 കാലഘട്ടത്തിൽ ഒരു വർഷം ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ്. അപ്പം എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ കുറച്ചെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ആ ഒരു വർഷത്തെ +2 കാലഘട്ടത്തിൽ ഈ കോമ്പറ്റീഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് സിംഗപ്പൂരും മക്കാവുലും അതുപോലെ പലയിടങ്ങളിൽ ഫേമസ് ഈവൻറ്റിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം, ഗിറ്റാർ വായിക്കാനല്ല ഞാൻ പറയും, പഠനത്തിലോ അല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് കിട്ടിയാലും അത് നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആവുമെന്ന് ഉള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.